പാഷൻ ഫ്രൂട്ട് ഇപ്പം മേലേലോട്ട് പടർത്തിയിട്ട് ഇപ്പം അതുമാ കായ ഉണ്ടാവുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. നേരത്തെ ഇത് മറ്റേ കോവലിൻ്റെ ഇങ്ങോട്ട് പടർത്തിയിട്ടേ കോവലിൻ്റെ വള്ളി പന്തലിലോട്ട് ഇത് കയറുണ്ടായിരുന്നില്ല. ഇതങ്ങനെ മടിച്ച് നിൽക്കണമായിരുന്നു. അതങ്ങനെ വള്ളി പിടിക്കാണ്ട്. പക്ഷെ ഇപ്പോൾ മേലേലോട്ടായപ്പോൾ ഇപ്പോൾ അതുമ്മ കായും വന്നുണ്ട്. അതിനൊരു ഉഷാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിങ്കാ റോസ് ഒരു 2-3 കളറുണ്ട് നമുക്കിപ്പോൾ. എനിക്ക് വിങ്കാ റോസ് നടാനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ അതുമ്മ എപ്പോഴും പൂവുണ്ടായി നിൽക്കണമല്ലോ. പെൻറ്റാസമ്മയൊക്കെ ചിലതുമ്മയൊക്കെ പൂവുണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളയമ്മ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പൂ കാണാനായിട്ട്. പിന്നെ ഇത് അന്നത്തെ ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ പൂവ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായത് ഇങ്ങനെ നിൽക്കണത്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓർക്കിഡുമ്മ എല്ലായിടത്തുമ്മേയും പൂവിടുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നത്. വേറൊരു ഓർക്കിഡുമ്മേയും ഇത് വേണ്ട അതിൻ്റെ പൂവിടുന്ന ഭാഗമാണ് വന്നത്. അതും വെള്ള തന്നെയാണെന്ന് തോന്നുന്നു. പല കളറ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളയാണ് പെട്ടെന്ന് അങ്ങോട്ട് പൂവുണ്ടായി വരുവോളെന്ന് തോന്നുന്നു. പിന്നെ ഈ കുങ്ങിണി ചെടിയൊക്കെ നല്ലപോലെ ബ്രാഞ്ചായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കോളാമ്പിട നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും മതിലിൻ്റെ ജനൽ പോലെ ഉണ്ടല്ലോ, അതിൽ കൂടി 2 സൈഡിലോട്ടും പോയിട്ട് അകത്തും പൂവുണ്ട് പുറത്തും പൂവുണ്ട്. പിന്നെ ബോഗൻവില്ലയൊക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് നിർത്തി ചിലതിനൊക്കെ പൂവായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കിനി ഒരു വെള്ള ബോഗൻവില്ലയും കൂടി പിടിപ്പിക്കണമെന്നുണ്ട്. അതും കൂടി എന്ന് വെച്ചാൽ വെള്ളം നല്ല ഭംഗിയായിരിക്കുമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ താഴത്ത് നിന്നൊരു ഇത് വിങ്കാ റോസ് ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ സ്നേക്ക് പ്ലാന്റൊക്കെ പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് സ്നേക്ക് പ്ലാന്റ് ഇരിക്കുന്നത് കാണാനായിട്ട്. ഇന്നലത്തെ ഞാനൊരു ബോർഡർ പോലെ വെച്ചതാണ്. ഇപ്പോൾ നല്ല പുതിയ പുതിയ തൈകളൊക്കെ വന്ന് അത് ഒരുവിധം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗി. ഈ സ്നേക്ക് പ്ലാന്റ് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ പിടിപ്പിച്ചത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മുടെ തോട്ടം കാണാനായിട്ട്. പിന്നെ മണി പ്ലാന്റിൻ്റെ ബ്രാഞ്ചുകളൊക്കെ വന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.